1,00,000 മുതൽ മുകളിലേക്കുള്ള വണ്ടികളുണ്ട്. അപ്പൊ അതും അങ്ങനെ നമുക്ക് 1,00,000 രൂപേന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അതിന് ഏകദേശം 50,000 ലോണ് കിട്ടും. അങ്ങനെ അതുകൊണ്ടാണ് 1,00,000 മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണല്ലേ? 1,00,000 രൂപ മുകളിലേക്കുള്ള 50,000 ലോണും കിട്ടും. 15 പൈസ ലോൺ കിട്ടും അല്ലേ? ഹലോ ഗൈസ്, വെൽക്കം ടു വയനാടൻ സുൽത്താൻ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബത്തേരിയിലുള്ള ബീനാച്ചി സൈഡിൽ റീജിയണൽ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂമിലാണ്. അപ്പോൾ കുറെ പ്രത്യേകതകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ അവരോട് ചോദിച്ചറിയാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഷോപ്പിൽ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. എന്താണ് ചേട്ടന്റെ പേരെന്താ? അബു. ഇത്തയുടെ പേരെന്താ? അപ്പൊ ഇന്നു മുമ്പ് വണ്ടി എടുത്തു എന്നല്ല പറഞ്ഞു ഇവിടുന്ന്. എന്താ ഇവിടുന്ന് രണ്ടാമതും വരാൻ കാരണം എന്തുവാ? മുമ്പേ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. നീ എവിടുന്നാ വരുന്നത്? നിങ്ങള് ബത്തേരി തന്നെ, ഇവിടെ തന്നെ ഉള്ളതല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ മറ്റു കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും ആ വണ്ടിക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് രണ്ടാമതും വന്നതല്ലേ? കംപ്ലൈൻസ് ഒന്നും വരുന്നില്ല. ചേട്ടേ, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ? ഇവിടെ ഞങ്ങള് സ്ഥാപനം തുടങ്ങിയിട്ട് ശേഷം ഒരു 15-20 വർഷത്തെ സർവീസ് ഉണ്ട്. ഞങ്ങൾ കൊടുക്കുന്ന കൂടുതലും സിംഗിൾ ഓണർ വാഹനങ്ങളാണ് കൊടുക്കുക. സിംഗിൾ ഓണർ വണ്ടികളെ കൊടുക്കുന്നുള്ളൂ. പിന്നെ കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടികളാണ് കൊടുക്കുക. സർവീസ് കറക്റ്റ് ആയിരിക്കും. ഫ്ലഡ് കാര്യങ്ങളെല്ലാം സർവീസ് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുക്കുക. ലോണിന്റെ കാര്യങ്ങളൊക്കെയാ? ലോണ് കമ്പനി ലോണ് അറേഞ്ച്മെന്റ് ഉണ്ട്, കുറച്ച് കുറഞ്ഞ ലോണുണ്ട്. പിന്നെ ഞങ്ങള് സ്റ്റാർല എന്ന് പറഞ്ഞ NBFC ഉള്ള സ്റ്റാർല ലോൺ ഉണ്ട്. അത് പെട്ടെന്ന് കിട്ടാനും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും ഉള്ളൊരു സംവിധാനമുണ്ട്. അപ്പൊ ഏത് കമ്പനിയിലും ലോൺ തീർത്ത് കഴിഞ്ഞാൽ 15 ദിവസം വരെ 30 ദിവസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ക്യാൻസലേഷന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇത് ലോൺ തീർത്ത് കഴിഞ്ഞാല് നമുക്ക് ഒരു 2 ദിവസം കൊണ്ട് അതിന്റെ ലെറ്റർ, ക്ലോസിംഗ് ലെറ്റർ കിട്ടും. 2 ദിവസം കൊണ്ട് കിട്ടും. പിന്നെ ലോൺ വിടാണെങ്കിൽ ഇന്ന് പേപ്പർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നാളത്തേക്ക് ലോൺ പാസ്സാവും. ഒരുപാട് സംവിധാനങ്ങൾ. പിന്നെ പാർട്ടിക്ക് എപ്പോ വന്ന് അടയ്ക്കാനുള്ള ബത്തേരി തന്നെ സംവിധാനങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. വേറെ ഒന്നും നെഗറ്റീവായിട്ട് ഒന്നുമില്ല. നമുക്കെന്നാ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണാം അല്ലേ? കാണാം. ഓക്കെ ചേട്ടാ, ഇതേതാ മോഡൽ വായനട്? ഇത് 2015 മോഡലാണ്. 2015 ഓർഡർ വണ്ടി, സിംഗിൾ ഓർഡർ വണ്ടി. മോഡലാണ്, സിംഗിൾ വണ്ടിയാണ്. പിന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാ? റേറ്റ് 340. 340. 2000 എത്ര മോഡൽ വണ്ടി? 15 മോഡൽ. 2015. ടയറും കാര്യങ്ങളൊക്കെയോ? ടയറൊക്കെ ഫുള്ളാണ്. ടയർ ഇൻഷുർ ഭാഗം എല്ലാം ഫുള്ളാണ്. മെക്കാനിക്കൽ സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. എല്ലാം കഴിഞ്ഞല്ലേ? ടയറൊക്കെ ഉള്ളതല്ലേ? ടയറൊക്കെ ഫുള്ളാണ്. ടയറൊക്കെ ഉണ്ട്. അപ്പം ഈ പറഞ്ഞതിന് കുറേ വല്ല ചാൻസ് ഉണ്ടോ? ചെറിയ രീതിയിലൊക്കെ കുറയും അല്ലേ? വിശ്വസിച്ച് വണ്ടി എടുക്കാല്ലേ? ഓൾറെഡി അഡ്വാൻസ് ആയതാണ് വണ്ടിക്ക്. അഡ്വാൻസ് ആയ വണ്ടിക്ക്. ചേട്ടാ, ഇതേതാ വണ്ടി? ഇത് 2018 ആണ്. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്ര? 9 ലക്ഷം രൂപയാണ്. 9 ലക്ഷം രൂപ. ഓക്കെ. 45,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. നല്ല 5,000 കിലോമീറ്റർ, ഓരോ 5,000 കിലോമീറ്റർ സർവീസ് ചെയ്യുന്നതാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണോ? സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അതുപോലെ തന്നെ ആണല്ലേ? ടയറൊക്കെ ഉണ്ടോ? 4 ടയർ കമ്പനി ടയറാണ് കിടക്കുന്നത്. മാറ്റാൻ 5,000 കിലോമീറ്റർ കഴിഞ്ഞാൽ മാറ്റാം. ലോൺ സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളതിന്റെ കണ്ടാലോ? ഉള്ളത് ഇതിൻ്റെ ഉള്ളാണ്.
ഈ വായനർ ഓട്ടോമാറ്റിക് ആണോ? ഇത് ഓട്ടോമാറ്റിക് ആണ്. എത്ര മോഡൽ വരുന്നത്? ഇത് 2016 മോഡലാണ്. 2016. ആ, ഇതൊരു പിന്നെ ലേഡി ഉപയോഗിച്ച വണ്ടിയാണ്. കമ്പനി സർവീസ് 54,000 കിലോമീറ്റർ. 54,000 കിലോമീറ്റർ കമ്പനി സർവീസ്. 4.25 നമ്മൾ വില ഇട്ടേക്കണേ. ഒരു ഡിസ്കൗണ്ട് ആയിട്ട് 4.10 കൊടുക്കും. 4.10. അതപ്പോ ഇത് ലോൺ എത്ര കിട്ടും? ഇത് 3 ലക്ഷം രൂപ കമ്പനി ലോൺ കിട്ടും. 3 ലക്ഷം രൂപ കമ്പനി ലോൺ കിട്ടും അല്ലേ? കമ്പനി ലോൺ 3 ലക്ഷം വരെ കിട്ടും അല്ലേ? ഇതേതാ ചേട്ടാ ഈ സ്വിഫ്റ്റ് മോഡല്? ഇത് 2018 മോഡലാണ്. 2018 മോഡലാ. 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ എല്ലാം പവർ കാര്യങ്ങളെല്ലാം ഫുള്ളാണ്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാം കമ്പനി തന്നെ. എല്ലാം കമ്പനി അഡീഷണൽ ഫിറ്റിംഗ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫിറ്റിംഗ് ആണ്. സീറ്റ് കവർ കാര്യം അഡീഷണൽ ഫിറ്റിംഗ് അല്ലേ? കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാമറ ഉണ്ട്. എല്ലാം ഈ സെറ്റപ്പ് ഉണ്ടല്ലോ. റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാ? ഫുൾ ഓപ്ഷൻ വണ്ടി. അപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ? റേറ്റ് ഇത് ചോദിക്കുന്ന വില 6.15 ആണ്. 6.15 കഴിഞ്ഞിട്ട് 6 രൂപയ്ക്ക് കൊടുക്കും. 6 രൂപ കൊടുക്കും. അതുപോലെ നമ്മൾ രണ്ടാമത് ഒരു വാങ്ങണ ചെയ്തില്ലേ, അതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു? അത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് നമുക്ക് 4.10 കൊടുക്കാം. 4.10. ഓക്കെ. എല്ലാം 16 സിംഗിൾ ഓണ്ട് ലേഡി യൂസ് ചെയ്ത വണ്ടിയാണ്. സിംഗിൾ ഓണ്ട് വണ്ടി കമ്പനി സർവീസ് 4.10 കൊടുക്കാം. 4.10 കൊടുക്കാം. ഓക്കെ. അപ്പൊ ചേട്ടാ ഇത് ഏതാ വണ്ടി? 2019 മോഡൽ വണ്ടിയാണ്. 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഒരു ലേഡി യൂസ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ. അപ്പം ഇത് മാക്സിമം നമുക്കൊരു 80% ലോൺ കിട്ടും. ഓയിൽ എക്സിലൊക്കെ വില 5-5.5 നമ്മൾ 4.70 കിട്ടിയേ കൊടുക്കും. 4.70 കിട്ടിയേ കൊടുക്കും. മോഡൽ ഇപ്പൊ ഏതായിരുന്നേ? മോഡൽ 2019. വണ്ടി ഐറ്റം ഗ്രാൻഡ് ആണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണോ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നമുക്ക് ഉള്ളു നോക്കാം അല്ലേ? ഉള്ളു. എത്ര ലോൺ കിട്ടാൻ ചാൻസ്? ഏകദേശം 4.70 കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 3.75 4 രൂപയിൽ ലോൺ കിട്ടും. അത് ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്ത് കൊടുക്കും അല്ലേ? നമ്മളിപ്പോ ഏറ്റവും ഇൻട്രസ്റ്റ് കുറഞ്ഞ ലോൺ നമ്മൾ ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ബേസ് ചെയ്തിട്ട് 7.5%, 7.25, 7.5% ഇൻട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ലോൺ ചെയ്യുന്നുണ്ട്. അത് എത്ര ദിവസമുള്ള? അത് പേപ്പറെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം ലോൺ പാസ്സാവും. ഇത് ഇതിന്റെ വേറെ ഘടകങ്ങൾ എന്തുവാ? ബേക്കും കാര്യങ്ങളൊക്കെ. ഇതിപ്പം വലിയ എന്താ പറയാ ആക്സിഡന്റോ കാര്യങ്ങളായ വണ്ടികളൊന്നും ഇവിടെ ഇല്ല. ഒന്നുമില്ല. അതുപോലെ നമുക്കിപ്പം വണ്ടി എടുത്തോണ്ട് പോയിട്ട് ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ വന്നാൽ റിട്ടേൺ എടുക്കും. അല്ലാതെ എത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ? അത് ഒരു പിന്നെ മാക്സിമം ഒരു 5 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും വേറെ കംപ്ലൈന്റ് ആയിട്ട് അവർ തോന്നുന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കാൻ വണ്ടി മാറ്റി കൊടുക്കും. അങ്ങനെ കൊടുക്കും അല്ലേ? ഇപ്പൊ ഇവിടെ വില കൂടിയ വണ്ടികൾ മാത്രമേ ഉള്ളോ? അല്ലല്ല, വില പറഞ്ഞ ഏകദേശം 1 ലക്ഷം രൂപ മുതൽ മുകളിലേക്കുള്ള വണ്ടികളുണ്ട്. അപ്പൊ അതും അങ്ങനെ നമുക്ക് 1 ലക്ഷം രൂപേന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ അതിന് ഏകദേശം 50,000 ലോൺ കിട്ടും. അങ്ങനെ അതുകൊണ്ടാണ് 1 ലക്ഷം മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണല്ലേ? 1 ലക്ഷം രൂപ മുകളിലേക്കുള്ള 50,000 ലോണും കിട്ടും. 15 പൈസ ലോൺ കിട്ടും. 15 പൈസ ലോൺ കിട്ടും അല്ലേ? ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഈ ആൾട്ടോ എത്ര മോഡൽ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര മോഡല്? 2011 മോഡൽ. 2011 മോഡൽ. 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കമ്പനി ചെക്കപ്പ് കഴിഞ്ഞ വണ്ടിയാണ്. അത് 1,78,000 രൂപ വിലയുള്ളൂ. 1 ലക്ഷം. അപ്പൊ ഇതിപ്പോ ലോൺ എടുക്കുവാണെങ്കിൽ ഇത് ലോൺ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1,20,000 ലോൺ കിട്ടും. ചെറിയ ക്യാഷ് മുടക്കുള്ളൂ, കയ്യിൽ നിന്ന് മുടക്കുള്ളൂ. ലോൺ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇവിടെ പുതിയ മോഡൽ ആൾട്ടോ 2014 മോഡലാണ്. 2014 മോഡലാ. അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയുടെ? 2.30 ചെറിയ ഡിസ്കൗണ്ട് കൊടുക്കും അല്ലേ? ഇത് ഹാഫ് ആണോ? മീൻസ് ഫുൾ ഓപ്ഷൻ? അത് VXI അല്ലേ? അപ്പൊ ഇത് സിംഗിൾ ഓണർ ആട്ടെ? ഇത് രണ്ടാമത്തെ ഓണർ അല്ലേ? അത് പേര് മാറിയിട്ട് തരുള്ളൂ, കസ്റ്റമർ തരുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ഓണർ. ഇത് സിംഗിൾ ഓണറാണ്. 2013 വണ്ടി. ആകെ ഓടിയത് 37,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇതേതാട്ടെ വണ്ടി? 2013 മോഡലാണ്. 37,000 കിലോമീറ്റർ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. ഇത് ഹുണ്ടായി ഇയോൺ അല്ലേ? സീറ്റും കവറൊക്കെ പക്കയല്ലേ ചേട്ടേ? കമ്പനി വന്ന സീറ്റാണ്. ചെളി പോലും ആയിട്ടില്ല. അത്രയും വൃത്തിയിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. ആണല്ലേ?
ടയറൊക്കെ എല്ലാത്തിനും ഉണ്ട്. നമ്മുടെ മെയിൻ ആണ്, ടയർ ഉണ്ടോ? ടയർ ഇൻഷുർ ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്, പേപ്പർ വർക്കും അതുപോലെ ആണല്ലേ. അതുപോലെ നമുക്ക് ഇവിടെ ഒരു മാരുതി 800 കിടപ്പുണ്ടല്ലേ. ഇതെത്ര മോഡല് മാരുതി 800? 2013 മോഡലാണ്. കിലോമീറ്റർ 59,000 കിലോമീറ്റർ ഓടിയാണ്. ഓക്കെ, രണ്ടാമത്തെ ഓണർ വണ്ടിയാണ് അല്ലേ, അറിയുന്ന വണ്ടിയാണ്. അതുപോലെ ഇന്ന് ലോൺ കിട്ടുമോ? ഇല്ലല്ലോ. 1,10,000 ലോൺ കിട്ടും. മാർക്കറ്റ് വില ഏകദേശം 1,80-85 ഇത് 1,65 കൊടുക്കും അല്ലേ. എല്ലാം ടയറും കാര്യങ്ങളൊക്കെ പക്കയാണ്. എല്ലാം ഓക്കെയാണ്. ഈശ്വർ ഉള്ളും കാര്യങ്ങളൊക്കെ നല്ല പക്ക സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ ഇവിടെ പത്തിരി തന്നെ ഉള്ള വണ്ടിയാണ്. സിംഗിൾ ആയിട്ട് പാർട്ടി ഉപയോഗിച്ച വണ്ടിയാണ്. ഇത് കമ്പനി സർവീസാണ്. 59,000 കിലോമീറ്റർ. ഇത് 5.5 മാർക്കറ്റ് ഉണ്ട്. ഒരു 5.25 കൊടുക്കാം. ഇത് എത്ര മോഡല്? 2016 സിംഗിൾ ഓണർ വണ്ടി അല്ലേ. കമ്പനി വന്ന സീറ്റാണ്, ഒന്നും മെഷീൻ പോലും ഇല്ല. ഞാൻ കണ്ടായിരുന്നു. അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെയാണ്. എല്ലാം കമ്പനി തന്നെ അല്ലേ. നല്ല വൃത്തിയുണ്ട് വണ്ടി. അപ്പൊ ഇത് പരമാവധി ഇവിടെ വന്നാലും ചേട്ടൻ പറഞ്ഞ റേറ്റിൽ കുറച്ചും കൊടുക്കും. ഡിസ്കൗണ്ട്. ഓക്കെ, ഈ മാരുതി 2017 മോഡലാണ്. നമുക്ക് മാസം ഏറ്റവും ചുരുങ്ങിയ 4-5 ഒമിനി തന്നെ ഇവിടെ മാരുതി ഒമിനി കൊടുക്കലുണ്ട്. ഏറ്റവും കൂടുതൽ ഒമിനി നമ്മൾ നല്ല ചെലവാകുന്ന ഒമിനിയാണ് അല്ലേ. മൂവിംഗ് ഉള്ള വണ്ടിയാണ്. ഒമിനി എവിടെ ഉണ്ടെങ്കിലും നല്ല വണ്ടിയുടെ വില കൂട്ടി നമ്മൾ എടുക്കും. അത്രയും അതിന് ചെറിയ ലാഭം, ചെറിയ പ്രോഫിറ്റാണ് വണ്ടി കൊടുക്കുന്നത്. 2017 മോഡലാണ്. ഇവിടെ തന്നെ നമ്മുടെ ഈ വയനാട് തന്നെയുള്ള വണ്ടിയായിരുന്നു. 17,000 കിലോമീറ്റർ ഓടിയില്ലാതെ കമ്പനി സർവീസ്. 17,000 കിലോമീറ്റർ ഓടുന്നു കമ്പനി സർവീസ്. വില ചോദിക്കുന്ന ഏകദേശം 2.85 നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കും. കമ്പനി സീറ്റ് തന്നെ അല്ലേട്ടെ. നീറ്റ് വണ്ടി അല്ലേ. ഇതിപ്പോ ലോൺ ഇടുവാണെങ്കിൽ എത്ര വരെ കിട്ടും? ഇത് ലോൺ ഇടുവാൻ ഏകദേശം 1,50,000 മുതൽ 70,000 ലോൺ കിട്ടും. അപ്പൊ ബാക്കിയുള്ള പൈസ ഇട്ടാൽ മതി. ചേട്ടാ ഇപ്പൊ ഈ ഷിഫ്റ്റ് ചെയ്ത മോഡല്? ഇത് വയനാട് വണ്ടിയാണ്. ഫാൻസി നമ്പറാണ്. സിംഗിൾ ഓണർ വണ്ടി. ഇത് കിലോമീറ്റർ കമ്പനി സർവീസ് 60,000 ഓടിയുണ്ട്. 60,000 കിലോമീറ്റർ ഓടിയുണ്ട്. പിന്നെ മാർക്കറ്റ് വില ശരിക്കും 5 ലക്ഷം രൂപയൊക്കെ ചോദിച്ച് വിൽപ്പന നടക്കുന്നത്. നമ്മൾ 4,70,000 വണ്ടി കൊടുക്കും. ഓക്കെ, കുറയോ? 4,700. അതായത് 5 രൂപ മാർക്കറ്റിലെ വണ്ടി 30,000 കുറച്ചാണ് കൊടുക്കുന്നത് അല്ലേ. ഫാൻസി നമ്പറും കൂടെ 1,500 അല്ലേ. ഫാൻസി നമ്പറാണ്. ആ ബത്തേരി വണ്ടി തന്നെ അല്ലേ. അറിയുന്ന ആളുടെ ഓക്കെ. നമുക്ക് അടുത്ത് വേറെ ഏതായിട്ട് ഇനി വണ്ടിയുള്ള വണ്ടി ഇയോൺ കൊടുപ്പുണ്ട്. ഇത് എത്ര മോഡലായിട്ട്? 2018 മോഡലാണ്. 27,000 കിലോമീറ്റർ. അതുപോലെ തന്നെ ആ നമ്മുടെ ഷിഫ്റ്റ് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ. ഓക്കെ. ഇയോണോ? ഇയോണ് പിന്നെ 2018 മോഡൽ എറാ പ്ലസ് ആണ്. കിലോമീറ്റർ 27,000 ഓടിയിട്ടുണ്ട്. 27,000 കിലോമീറ്റർ ഉണ്ട്. സിംഗിൾ ഓർഡർ ആണ്. അതുപോലെ വേറെ എന്തെങ്കിലും ഫാൻസി നമ്പർ? ഫാൻസി നമ്പർ പിന്നെ എല്ലാത്തിനും ഫാൻസി നമ്പർ കിട്ടൂല. എത്ര റേറ്റ് വരുന്നത്? മാർക്കറ്റ് വില 3,10 ചോദിക്കുന്നുണ്ട്. നമ്മൾ 290 കൊടുക്കും. ബാക്കി ഉള്ളും എല്ലാം കണ്ടീഷനാണ്. ലോൺ കിട്ടും. 2 ലക്ഷം രൂപയുടെ മുകളിൽ ലോൺ കിട്ടും. 2 ലക്ഷം രൂപയുടെ മേലെ ലോൺ കിട്ടും. ചേട്ടൻ പറഞ്ഞ റേറ്റ് എത്രയും 2,90 കൊടുക്കാം. അപ്പൊ 90 ഇട്ട വീട്ടിലേക്ക് വണ്ടി കൊണ്ടാവാം. ലോൺ കിട്ടും 2 ലക്ഷം രൂപ അല്ലേ. നമുക്ക് അതിന്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഉള്ളൊക്കെ എങ്ങനെയായിട്ട് കമ്പനി അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ അടിച്ചിട്ടുണ്ട്. അഡീഷണൽ അല്ലേ.
ഈ ആൾട്ടോ 800 എത്ര റേറ്റ് വരുന്നത്? റേറ്റ് അല്ല, ഏതാ വർഷം വരുന്നത്? അൾട്ടോ കേട്ടനാണത്. കേട്ടനല്ലേ? ഇത് ഒരു ഡോക്ടർ യൂസ് വണ്ടിയായിരുന്നു. പിന്നെ അവര് ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ പേരിൽ മാറ്റാൻ പറഞ്ഞ് നമ്മുടെ പേരിലേക്ക് വണ്ടി മാറിയിട്ടുണ്ട്. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര മോഡൽ ചേട്ടാ? 2018 മോഡൽ. 2018 മോഡൽ. എത്ര കിലോമീറ്റർ ഓടി? 16,000 കിലോമീറ്റർ. 16,000 കിലോ. ചേട്ടന്റെ പേരിലെ വണ്ടിയുള്ള? എന്റെ പേരിലെ വണ്ടിയല്ല. അതുപോലെ തന്നെ ഇത് ഫുൾ ഓപ്ഷൻ അങ്ങനെയൊന്നും? ഇത് 1000 cc വരുന്ന കേട്ടനാണ്. അൾട്ടോ കേട്ടൻ പുതിയ മോഡൽ കേട്ടനാണ്. ഇതിപ്പോ ലോണ് എത്ര കൊടുക്കും? ലോൺ ഏകദേശം 260 ലോൺ കിട്ടും. 260 കൊടുക്കും അല്ലേ? അപ്പൊ ബാക്കി എത്ര വരേണ്ട വരും ആൾക്കാര്? ബാക്കി ഏകദേശം ഒരു 1 ലക്ഷം രൂപ ഇട്ടാൽ മതി. ഇപ്പൊ വണ്ടി കൊണ്ടാവും. നല്ല നീറ്റ് വണ്ടിയാണ്. സീറ്റും കവറൊക്കെ അഡീഷണൽ ചെയ്യണം അല്ലേ? സെറ്റ് സെൻട്രലോക്ക് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. അടിപൊളി വണ്ടി കേട്ടോ. VXI വണ്ടിയാ. ഇന്നത്തെ റേറ്റ് വരുന്നേട്ടെ? റേറ്റും വർഷമൊക്കെ ഒന്ന് പറയും. ഇത് 2017 മോഡലാണ്. അത് 425 കൊടുക്കാം. 425. അപ്പൊ എത്ര കിലോമീറ്റർ? സിംഗിൾ ഓർഡർ വണ്ടിയാണോ? 29,000 കിലോമീറ്റർ ഉണ്ടല്ലേ? ടയറും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടല്ലേ? നീറ്റ് വണ്ടി. അപ്പൊ നമ്മൾ കുറെ വണ്ടികളും കാര്യങ്ങളും കണ്ടു. കൂടുതലും സ്റ്റോൺ വണ്ടികളൊക്കെ ഉള്ളത്. അതുപോലെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചേട്ടന്റെ ഷോപ്പിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഏത് സമയത്ത് വിളിച്ചാലും കിട്ടുമോ? കിട്ടും. എത്ര മണി വരെ വിളിച്ചാൽ കിട്ടാൻ ചാൻസ്? എപ്പോ വേണേലും വിളിക്കാം. എന്ന് വെച്ചാൽ രാത്രി 12 മണിക്കൊന്നും വിളിക്കരുത്, പക്ഷെ ബുദ്ധിമുട്ടിക്കരുത്. പക്ഷെ അടിപൊളി വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മൾ കസ്റ്റമറെ കണ്ടു, അവരിപ്പോ ഒരു വണ്ടി എടുത്ത് പോയിട്ട് പിന്നെ ഒരു വണ്ടി എടുക്കാൻ ഇവിടെ വന്നു അല്ലേ? അതൊക്കെയാണ് ഷോപ്പിന്റെ വിജയം എന്ന് പറയുന്നത്. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.